നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജപത്തെ സംബന്ധിച്ചുള്ള ഒരു വിശേഷ അറിവാണ് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. എവിടെ ഇരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്, അതായത് ഫലസിദ്ധി ലഭിക്കുന്നതിന് സഹായിക്കുന്നത്. വിവിധതരം ജപങ്ങളെ കുറിച്ചും ജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജപം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ ഞാൻ മുൻപും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്ന് പ്രതിപാദിക്കുന്നത് എവിടെ ജപിക്കുമ്പോഴാണ് ഏറ്റവും ഫലം കിട്ടുക എന്നുള്ളതാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ സന്തോഷമുണ്ടാകുക. ഒരു ജപം ചെയ്യുമ്പോഴും അതിലൂടെ പൂർണ്ണ ഫലം ലഭിക്കുക എന്നുള്ളത് വിശേഷമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, എവിടേക്കാണ് കൂടുതലായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നിത്യപൂജ സമ്പ്രദായങ്ങൾ ചെയ്യുന്നവർ ഇഷ്ടദൈവത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഏതൊരു വ്യക്തിക്കും ഒരു ഇഷ്ടദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ആ ദേവതയുടെ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. 108, 1001 എന്നീ തവണകളിലൊക്കെ ജപം നടത്തുന്നത് വളരെ വിശേഷമാണ്. ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുകയും ഛന്ദസ് ചൊല്ലുകയും ചെയ്തതിനു ശേഷം മൂലമന്ത്രത്തെ 108 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഓരോ വ്യക്തിയും ഇത്തരത്തിൽ ഒരു ദേവതയെങ്കിലും ഇഷ്ടദേവതയായി സങ്കല്പിച്ചുകൊണ്ട് നിത്യജപത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിന് തുല്യമായിട്ട് തന്നെയാണ് ധ്യാനം ചെയ്യുന്നതും. ഒരാൾ എവിടെ വെച്ചാണ് ധ്യാനം ചെയ്യേണ്ടത്, ജപം ചെയ്യേണ്ടത്? ഓരോ സ്ഥലത്തും ജപിക്കുമ്പോൾ അതിന് ഫലത്തിൽ വ്യത്യാസമുണ്ടാകാം. വീട്ടിൽ വെച്ചാണെങ്കിൽ 1 മടങ്ങ്, അതായത് 100% ഫലം ലഭിക്കും എന്നുള്ളതാണ്. പുഴ, കുളം, കിണർ എന്നിവയുടെ കരയിൽ നിന്നുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ജപത്തിലൂടെ 2 ഇരട്ടി ഫലം ലഭിക്കും എന്നാണ്, അതായത് 200%. പശുവിൻ തൊഴുത്തിൽ വെച്ചാണ് ജപം നടത്തുന്നത് എങ്കിൽ 1000 മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്ര ശ്രീകോവിലിൽ വെച്ചാണ് ജപിക്കുന്നത് എങ്കിൽ 1 കോടി പുണ്യം ലഭിക്കും, 1 കോടി മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ്. എന്നാൽ എല്ലാവർക്കും ക്ഷേത്ര ശ്രീകോവിലിൽ ജപിക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് പകരമായി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനടുത്തോ നാലമ്പലത്തിലോ ചുറ്റമ്പലത്തിനോടോ ചേർന്ന് എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ശബ്ദശല്യം നൽകാതെ ജപിക്കുന്നത് ഇത്തരത്തിൽ കോടി പുണ്യത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ചില വ്യക്തികളൊക്കെ ഇരുന്ന് ജപിക്കുന്നത് കേട്ടിട്ടുണ്ട്. മറ്റുള്ള ഭക്തരുടെ ഏകാഗ്രത നശിപ്പിക്കുന്ന രീതിയിൽ ഒച്ചത്തിൽ ചൊല്ലുകയും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള രീതിയിലും ഒക്കെയാണ് ചെയ്യുന്നത്. ജപം ചെയ്യുമ്പോൾ വാചികം, മാനസികം എന്നിങ്ങനെ വിവിധ തരങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സാമീപ്യത്തിലാണ് ജപിക്കുന്നത് എങ്കിൽ വാചികം ഒഴിവാക്കിക്കൊണ്ട് മാനസിക ജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കുറഞ്ഞ പക്ഷം അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ദേവതാപ്രീതി വരുത്താൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ ശ്രദ്ധയെ കെടുത്തുന്ന രീതിയിൽ ഉറക്കെ ജപിച്ച് ദേവതയുടെ പ്രീതി നേടാമെന്ന് ആരും കരുതേണ്ട. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ വിശേഷ സഹസ്രനാമങ്ങളൊക്കെ ക്ഷേത്രത്തിൽ അതാത് ക്ഷേത്രങ്ങളിൽ ഇരുന്ന് ജപിക്കുന്നതും വളരെയേറെ ഫലത്തെ നൽകും. 1000 മടങ്ങ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് ജപിക്കുന്നതിന്റെ പ്രയോജനം നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.